ഭംഗിയായിട്ട് കൊണ്ടുവരുന്ന കപ്പ് അടിച്ചു. വണ്ടിയുടെ ഒരു ഫുൾ വീഡിയോ എടുക്കാം. നേരിട്ടാണല്ലോ ഇത് ബസ്സിൽ കെട്ടി വെക്കാനുള്ള സെറ്റപ്പ്. പൊളിച്ചടയ്ക്കോ എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. കെട്ടു ബസ്സിൽ കയറിയാലും പിന്നെ ഇറങ്ങാൻ പാടില്ല കേട്ടോ. അടിപൊളിയായിട്ട് വാ. ആ ഫ്ലാഗ് എന്ത് ചെയ്യുന്നു? ആ ഫ്ലാഗ് അങ്ങോട്ട് കയറിയാലോ? സ്ഥലമുണ്ടോ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം. IPL സഞ്ജുവിനെയും ബേസിലിനെയും സച്ചിൻ ബേബിയൊക്കെ പോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് വരണമെങ്കിൽ മത്സരം റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മത്സരം കളിക്കാനും അപ്പം ശ്രദ്ധിക്കുന്ന ആരാ? സ്റ്റാർ സ്പോർട്സിലൊരു മത്സരം ആയതുകൊണ്ട് തന്നെ ഇത് ലോകത്തിൻ്റെ കോണിലിരുന്ന് ലോകത്തിൻ്റെ എല്ലാ പ്ലേയേഴ്സും കാണുകയാണ്. അപ്പം ഒറ്റയടിക്ക് ഇവിടെ നിന്നൊരു കുട്ടിക്ക് അത്രയും എക്സ്പോഷർ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് മലയാളീസിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാവണം. അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഏത് അറ്റം വരെ പോകണോ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് KCLയിലേക്ക് കയറാൻ ഫോക്കസ് ചെയ്യും. അവിടെ നിന്ന് IPL എത്താൻ പറ്റും, അവിടെ നിന്ന് ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റും. അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സരം പിന്നെ മാത്രമല്ല ഇപ്പോൾ IPL നമുക്ക് ഒരാളെ എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ KCLയിലേക്ക് കയറാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. കാര്യം നമ്മളെല്ലാം അവൈലബിളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ലീഗിലെ പ്രകടനങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് ഓരോ കുട്ടികൾക്കും 10 വയസ്സ് മുതൽ ഓരോ കുട്ടിക്കും ഇതിലേക്ക് കയറാനുള്ളൊരു വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സാധ്യതയാണ് തുറക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞാലും ബേസിലിൻ്റെ കാര്യം പറഞ്ഞാലും അവരിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ ടീമിൽ നെക്സ്റ്റ് സെലക്ഷനിൽ അവർ കയറുക എന്നുള്ളതാണ്. അപ്പം മാക്സിമം വോയിസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് മലയാളികൾക്ക് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാനും നമ്മൾ ഉറക്കെ വിളിച്ച് പറയാനുള്ളൊരു അവസരമാണ്. അതായത് ലെറ്റ് ഇന്ത്യ, ലെറ്റ് ദ വേൾഡ് ഹിയർ that we are interested in cricket and we are very much into it and we want to play in India, we want to play IPL എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഉറക്കെ വിളിച്ച് പറയുക. അതിനുള്ളൊരു അവസരമാണ് ഇത്. ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് സ്റ്റാർ സ്പോർട്സിൽ ഒരു ലൈവായിട്ട് വരുന്നൊരു മാച്ചാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 4 to 5 years എടുത്തു കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള ടീം ഷഹീദ് മുസ്താഖിലിൽ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽസ്, ക്വാർട്ടർ ഫൈനൽ എല്ലാ തവണയും ഷഹീദ് മുസ്താഖിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നുകൊണ്ട് മാത്രം തന്നെ നമ്മൾ സ്റ്റാർ സ്പോർട്സിൽ ഈ കേരളത്തിൻ്റെ ഈ ഒരു KCL വരുമ്പോൾ തന്നെ ഒരുപാട് IPL സ്ക്വാഡ്സ് നമ്മുടെ ഈ മാച്ചസ് കാണാൻ നമ്മൾ ഗ്രീൻഫീൽഡിലേക്ക് വരുന്നുണ്ട്. കാരണം പറയാം, നമ്മുടെ എതിർ ടീമിൽ നമ്മൾ ഷഹീദ് മുസ്താഖിലെ ടീമായിട്ട് പോകുമ്പോൾ എതിർ ടീമിനെ നമുക്ക് അറിയാൻ പറ്റും. കേരള ടീം വരുമ്പോൾ ഓക്കെ ഇവർ T20 ഇവർ നല്ല സൈഡാണെന്ന് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ അറിയാം. സോ നമ്മൾ എപ്പോഴും നല്ല T20 പ്ലേയേഴ്സ് കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ നല്ല മാച്ചസ് വരുമ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒരുപാട് IPL സ്ക്വാഡ്സ് വരും. അത് തന്നെ വലിയൊരു കാര്യമാണ്. ധോണിയെ ഇതിലൂടെ കൊണ്ടുവരുന്നാണ് പറയുന്നത്. ഞാനോ അതുകൊണ്ടത് ഒരു മലയാളിയാണ് ധോണിയുടെ കമ്പനിയുടെ ബ്രാൻഡ്. ധോണിയെ ബ്രാൻഡ് അംബാസഡർ ആക്കിയത് പുള്ളിയെടുത്ത് പറഞ്ഞു കൊണ്ടുവരും. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത് ക്രിസ് ഗെയിൽ വരാൻ നേറ്റാണ്. സെപ്റ്റംബർ 1 പുള്ളി ഡേറ്റ് തന്നത്.
അല്ലെന്നുണ്ടെങ്കിൽ ബ്രിസ്കയിൽ കൊച്ചിയിൽ വരേണ്ടതായിരുന്നു. നമ്മൾ ABD ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നോക്കാം, നമ്മളെ മാക്സിമം പരിപാടികളെല്ലാം തീർച്ചയായും. ഇച്ചിരി വേഗം വരാം. എന്തുവാ ട്രൈപോഡൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ? Okay, thank you everyone. Okay, we'll give you support. We'll bring the number. Okay.